ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളെല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇതൊരു ചെറിയ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ആക്ച്വലി ഞാൻ വിചാരിച്ചു കുറച്ച് പുട്ടും കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ ഇന്നലെ വെള്ളത്തിലിട്ട് കടലയൊക്കെ എടുത്ത് നമ്മൾ കുക്കറിലേക്കിട്ടു. 2 തക്കാളി, പിന്നെ അതുപോലെ തന്നെ കുറച്ച് സവാള, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ്, വെള്ളമൊക്കെ വെച്ചിട്ട് അടുപ്പ് വെച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. 2-3 വിസിലടിക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ റെഡിയാവും. അങ്ങനെ കടലക്കറിയും പുട്ടുമാണ് കേട്ടോ ഒരാളത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പുട്ടുകുറ്റിയുടെ ചില്ല് ഹേബൂട്ടം കൊണ്ട് കളഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ ഉതിര് പോലെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനിടയ്ക്ക് ഞാൻ വിചാരിച്ചു പിള്ളേർക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കുക്കുംബർ അരിഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തന്നെ ഹെൽമോളും ഹെബൂട്ടനും ഓടി വന്നു കേട്ടോ. ഞാൻ അവർക്ക് ഓരോ പീസ് കുക്കുംബർ കൊടുത്തു. അതിനിടയ്ക്ക് ഹെൽമോൾ എന്തൊക്കെയോ പറയുന്നതാണ് കേട്ടോ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേട്ട് ചിരിക്കുകയാണ് കേട്ടോ ഞാൻ വെച്ചു. സത്യത്തിൽ നമുക്ക് കേൾക്കുമ്പോൾ ചിരി വരും. ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ തന്നെ വിചാരിച്ചു കുറച്ച് മസാലകളെല്ലാം ചേർക്കാമെന്ന് വിചാരിച്ചു. കടലക്കുള്ള മസാലകളാണ് കേട്ടോ റെഡിയാക്കുന്നത്. അങ്ങനെ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുന്നു. ഞാനിങ്ങനെ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയാൽ മാത്രമേ ഇച്ചിരി കഴിച്ചിട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആസ് യൂഷ്വൽ അറിയാവുന്നതാണല്ലോ കടലയ്ക്ക് എന്തൊക്കെയാണ് നമ്മൾ മസാലകൾ ചേർക്കുന്നത്. ഞാനിത് അരച്ചൊന്നും ചേർക്കാറില്ല കേട്ടോ. എന്നാലും തന്നെ അരച്ച് ചേർത്തിലേക്ക് തന്നെ നല്ല അടിപൊളി നല്ല കൊഴുപ്പിൽ തന്നെ നമുക്ക് ഈ കടലക്കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു അവസാനത്തെ ഭാഗം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ കടലക്കറി എല്ലാം ഉണ്ടാക്കി അടിപൊളിയായിട്ട് കടലക്കറിയൊക്കെ റെഡിയായി. അങ്ങനെ എന്താ പറയുന്നത്, ഞാൻ കഴിച്ചു നോക്കി കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ ഒരു കട്ടൻ കാപ്പി ആകാം എന്ന് വിചാരിച്ചു. ഇത്തിരി മധുരമൊക്കെ ഇട്ട് ഇച്ചിരി കട്ടൻ കാപ്പിയൊക്കെ എടുത്ത് കുടിച്ചു കേട്ടോ. അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. രാവിലെ ഇരുന്നിട്ട് നമ്മൾ ബ്രഷൊക്കെ ചെയ്തിട്ട് ഒരു ഇച്ചിരി കട്ടൻ കാപ്പി കുടിക്കുമ്പോൾ നമ്മളൊരു ഭയങ്കര റിഫ്രഷിങ് ഫീലാണല്ലോ. അങ്ങനെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ്